ഹേ ഗായ്സ്, CCB കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 ക്ലാസ് 7 കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ ബാങ്കിങ് പോർഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് എന്ന പോർഷനാണ് നമ്മൾ നോക്കുന്നത്. ഈ പോർഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളതല്ല. ഒരു തവണ ചോദിച്ചതുകൊണ്ട് ഇനി CCB ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, പ്രൈസ് വേരിയൻസ് ഒക്കെ ഇതുപോലെ ഒരു തവണ ചോദിച്ചു തുടങ്ങിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന എക്സാംസിലെല്ലാം തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോർഷൻ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ? ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് ആർ എ ഫോം ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു റേസ് ലോങ് ടൈം ക്യാപിറ്റൽ. ലോങ് ടൈം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ദീസ് ബോണ്ട്സ് ആർ സ്ട്രക്ചർഡ് ടു ക്വാളിഫൈ ആസ് ടയർ 2 ക്യാപിറ്റൽ അണ്ടർ ദ ബേസൽ നോംസ്, സ്ട്രെങ്തനിങ് ദ ക്യാപിറ്റൽ ബേസ്. ഈ പോയിന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബോണ്ടുകളെ ടയർ 2 ക്യാപിറ്റലായിട്ട് പരിഗണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാ ബാങ്കുകളും ബേസൽ നോംസ് അനുസരിച്ച് മിനിമം ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ലോങ് ടൈം സബോർഡിനേറ്റീവ് ബോണ്ട്സിലൂടെ റേസ് ചെയ്യുന്ന മണി ബാങ്കിന്റെ റെഗുലേറ്ററി ക്യാപിറ്റൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്നും ക്യാപിറ്റൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യുമെന്നൊക്കെ നമ്മൾ പറയുന്നത്. ദീസ് ബോണ്ട്സ് ആർ ജനറലി അൺസെക്യൂർഡ് ആൻഡ് സബോർഡിനേറ്റഡ് ടു അതർ ക്രെഡിറ്റേഴ്സ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ബാങ്ക് ലിക്വിഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുത്തു തീർത്തതിന് ശേഷം മാത്രമേ ഈ ബോണ്ട് ഹോൾഡേഴ്സിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. പക്ഷേ വേറൊരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കാനുണ്ട്. ഇക്വിറ്റി ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഈ ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡേഴ്സിനുണ്ട്. അതൊരു പോയിന്റായിട്ട് ജസ്റ്റ് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് എ മിനിമം മെച്യൂരിറ്റി ഓഫ് 10 ഇയേഴ്സ്. ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സിന്റെ മിനിമം മെച്യൂരിറ്റി പീരീഡ് എത്രയാണെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ഈ 10 വർഷം നിങ്ങളൊന്ന് ഓർത്തിരുന്നേക്കുക. നെക്സ്റ്റ് പോയിന്റ്, they help rural cooperative banks diversify funding sources, improve capital adequacy ratios, and meet regulatory requirements, supporting growth and stability. ഈ പോയിന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകളെ അവരുടെ ഫണ്ടിങ് സോഴ്സസ് ഡൈവേഴ്സിഫൈ ചെയ്യാനും അഡിക്വസി റേഷ്യോസ് ഇംപ്രൂവ് ചെയ്യാനും ആൻഡ് മീറ്റ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ടയർ 2 ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ സപ്പോർട്ടിങ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. അത്രയാണ് ഈ ലോങ് ടൈം സബോർഡിനേറ്റഡ് ബോണ്ട്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലോങ് മെച്യൂരിറ്റി. അത് ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൻ്റെ ടെനർ എന്ന് പറയുന്നത് 10 വർഷമാണ്. സബോർഡിനേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ലിക്വിഡേഷൻ്റെ സമയത്ത് ക്രെഡിറ്റേഴ്സിന് ബാക്കി ഡെപ്റ്റുകളൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ബോണ്ട് ഹോൾഡേഴ്സിന് റീപേയ്മെൻറ്റ് കിട്ടുന്നുള്ളൂ. അടുത്ത പോയിന്റാണ് റെഗുലേറ്ററി അപ്രൂവൽ. വൈൽ certain banks must seek RBI approval, others meeting conditions may issue them without prior consent. അതായത് RBIയുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ എല്ലാ ബാങ്കുകൾക്കും ലോങ് ടൈം സബോർഡിനേറ്റീവ് ബോണ്ട്സ് ഒന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പറ്റണം എന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗുഡ് CRIR ഉണ്ടായിരിക്കണം, അവരുടെ NPA കുറവായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉള്ള ഒരു ബാങ്ക് ആയിരിക്കണം, പ്രോപ്പർ ഗവർണൻസും ഉള്ള ഒരു ബാങ്ക് ആണെങ്കിൽ RBIയുടെ പെർമിഷൻ ഇല്ലാതെയും അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ ഒട്ടുമിക്ക പോയിന്റ്സും നമ്മൾ എക്സ്പ്ലനേഷൻ്റെ പാർട്ടിൽ തന്നതൊക്കെ തന്നെയാണ്. കുറച്ചൊക്കെ വ്യത്യാസമുള്ളൂ. എങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നോട്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവയൊക്കെ അൺസെക്യൂർഡ് ഇൻസ്ട്രുമെൻറ്റുകളാണ്. കൊളാട്രൽ ബാക്കിങ് വാങ്ങിക്കുന്നില്ല, എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഒന്നും വേണ്ട. പിന്നെ ടയർ 2 ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. ഹൈ ഈൽഡ് അൺസെക്യൂർഡ് ആൻഡ് ലോങ് ദേ ആർ ഹൈ ഈൽഡ് അൺസെക്യൂർഡ് ലോങ് ടെനർ ഇൻസ്ട്രുമെൻറ്റ്സ്. ലോങ് ടൈം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ഓർത്തിരിക്കാൻ എന്ന് പറയാൻ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ട്രഡീഷണൽ ഡെപ്പോസിറ്റുകളെക്കാളും ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കറിയാം ഇത് റിസ്കിയർ ആണെന്നുള്ളത്. അപ്പോൾ ആ റിസ്ക് സഹിക്കാം എന്നുള്ളവർ തന്നെയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഹൈ റിട്ടേൺസ് ആണ് കിട്ടുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇവിടെ നിന്നായിരുന്നു നമുക്ക് ഇന്നലെ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ. ദ ബാങ്ക് മസ്റ്റ് മെയിൻറ്റെയിൻ എ മിനിമം CRIR ഓഫ് അറ്റ്ലീസ്റ്റ് 10%. 10% എങ്കിലും CRIR ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ് പോയിന്റ്, ഗ്രോസ് എൻ ബി എ മസ്റ്റ് ബി ബിലോ 7% ആൻഡ് നെറ്റ് എൻ ബി എ മസ്റ്റ് ബി 3% ഓർ ലെസ്. അതായത് 7% താഴെയായിരിക്കണം ഗ്രോസ് എൻ ബി എ വരുന്നത്. നെറ്റ് എൻ ബി എയുടെ കേസാണെങ്കിൽ 3% കൂടാനും പാടില്ല. 3%മോ അതിൻ്റെ താഴേക്കോ ആയിരിക്കണം നിൽക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പ്രോഫിറ്റബിലിറ്റി. The bank must have net profits in at least 3 of the last 4 years and no losses in the most recent year. ഈ പോയിന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 4 വർഷം എടുത്തു കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 വർഷം എടുത്തു കഴിയുമ്പോൾ അതിൽ 3 വർഷമെങ്കിലും ഈ ബാങ്കുകൾക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ഇതായിരുന്നു നമുക്ക് ആ എക്സാമിൽ കുറച്ച് കുഴപ്പിച്ച ഭാഗം. കാരണം ഓപ്ഷൻ്റെ അകത്ത് 2 ഓഫ് ദ പാസ്റ്റ് 4 ഇയേഴ്സ് എന്നായിരുന്നു. സോ അതായിരുന്നു റോങ് ഓപ്ഷനായിട്ട് വരേണ്ടിയിരുന്നത്. അടുത്തത് റിസർവ് കോംപ്ലയൻസ്. നോ ഡിഫോൾട്ട്സ് ഓൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റ്സ്. അതായത് CRR SLR ഒന്നും കൊടുക്കുന്നതിൽ ഡിഫോൾട്ട് ഒന്നും വരുത്തിയിട്ടുണ്ടായിരിക്കരുത്. നെക്സ്റ്റ് പോയിന്റ്, ഗവർണൻസ്. ദ ബാങ്ക് മസ്റ്റ് ഇംപ്ലിമെന്റ് കോർ ബാങ്കിങ് സൊല്യൂഷൻസ് ആൻഡ് ഹാവ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ്. ആ ബാങ്ക് കോർ ബാങ്കിങ് സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ബോർഡിൽ പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ, ഫിനാൻഷ്യൽ കണ്ടക്ട്. നോ മെജർ റിസൺ പെനാൽറ്റീസ് ഫ്രം ദ RBI ഓർ അതർ റെഗുലേറ്റേഴ്സ്. അതായത് RBIയിൽ നിന്നോ മറ്റ് റെഗുലേറ്റേഴ്സിൽ നിന്നോ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പെനാൽറ്റീസ് ഒന്നും വാങ്ങിച്ച ഒരു ബാങ്ക് ആയിരിക്കരുത്. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് ഒരു പോയിന്റ് പോലും നിങ്ങൾ വിട്ട് കളയരുത്. കാരണം നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും അല്ലാതെ എല്ലാം ക്വസ്റ്റ്യൻസ് കയറി വരുമല്ലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നലത്തെ എക്സാമിൽ ബാങ്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് എ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് NABARD. Second one, a scheduled cooperative bank is a cooperative financial institution in India listed in the dash of the Reserve Bank of India Act 1934. ഇത് സെക്കൻഡ് ഷെഡ്യൂൾ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കാരണം ഇത് ഒത്തിരി തവണ പ്രീവിയസ് വന്നതാണ്. ഇനി ആ സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് ഇൻക്ലൂഡ് ആകാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് വൺ, റിസർവ് ക്യാപിറ്റലും പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലും കൂടെ കൂടിയിട്ടുള്ള ആകെ തുക 5 ലക്ഷത്തിൽ താഴെ പോകാൻ പാടില്ല. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നില്ലെന്ന് RBIക്ക് ഉറപ്പാവണം. പിന്നെ ഇതൊരു കോർപ്പറേഷനോ കോർപ്പറേറ്റീവ് ബോഡിയോ ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക്. ആൻസർ എന്താണ്? സോൾവൻസി ആണ്. ഷോർട്ട് ടേം ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? ലിക്വിഡിറ്റി വന്നേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കണ്ടക്ട്സ് അണ്ടർറൈറ്റിംഗ്, ലോൺ സർവീസസ്, ഫിനാൻഷ്യൽ അഡ്വൈസിംഗ് ആൻഡ് ഫണ്ട് റൈസിംഗ് സർവീസസ് ഫോർ ലാർജ് കോർപ്പറേഷൻസ് ആൻഡ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? മെർച്ചൻ്റ് ബാങ്കിങ് ആയിരുന്നു. ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് ആയിരുന്നെങ്കിലോ റീറ്റെയിൽ ബാങ്കിങ് വന്നേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഓർഡർ ടു. ഇതിൻ്റെ ആൻസർ വരുന്നത് സ്ട്രെങ്തൻ ദ ക്യാപിറ്റൽ ബേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ 3-digit number that ranges between 300 and 900 and tells the banks how good you are at handling money. ഇതിൻ്റെ ആൻസർ വരുന്നത് സിബിൽ സ്കോർ ആണ്. അപ്പോൾ ഈ 300 to 9 നമ്പർ റേഞ്ചസ് ഒന്ന് ഓർത്ത് വെച്ചു. ചിലപ്പോൾ അടുത്ത തവണ അതായിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മെർജർ ഓഫ് ബാങ്ക്സ്. ഓപ്ഷൻ വെച്ചിട്ട് റെഡ്യൂസ് ഓപ്പറേഷണൽ റിസ്ക് ആണ് വരേണ്ടത്. കാരണം ബാക്കി 3 ഓപ്ഷനും കളയാൻ പറ്റത്തില്ല. അപ്പം ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. നമുക്ക് എന്തായാലും ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഇഷ്യൂയിങ് LTSBs ബൈ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് വിത്തൗട്ട് RBI പെർമിഷൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം ആ 2ന് പകരം അവിടെ 3 ആയിരുന്നു വരേണ്ടിയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് in banking is the strategy of offering existing customers additional complementary financial products or services. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് സെല്ലിംഗ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ ഇന്ത്യൻ ബാങ്ക്സ് മസ്റ്റ് ജനറലി ബി ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ ഡാഷ് ഓഫ് ഇക്വസിഷൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് 7 years ആണ്. ഇതും റിപ്പീറ്റഡ് ആണ്. Where the holder of an instrument endorses it in a manner that does not incur any liability as an endorser, such endorsement is called. ആൻസർ വരുന്നത് സാൻസ് റിക്കോസ് എൻഡോഴ്സ്മെൻ്റ് ആണ്. ലയബിലിറ്റിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതും എക്സ്പെൻസ് ലിമിറ്റ് ചെയ്യുന്നതും സാൻസ് റിക്കോസ് എൻഡോഴ്സ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്ക് ഫോർ ക്രോസ്ഡ് ചെക്ക് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ 128 ഓഫ് NI ആക്ട്. കളക്റ്റിംഗ് ബാങ്കിനുള്ള പ്രൊട്ടക്ഷൻ ആയിരുന്നെങ്കിൽ സെക്ഷൻ 131 വന്നേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ബാങ്ക് ഹോൾഡ്സ് എ വാല്യൂബിൾ സെക്യൂരിറ്റി ഫോർ സേഫ് കസ്റ്റഡി ദ റിലേഷൻഷിപ്പ് ഈസ്. ആൻസർ വരുന്നത് ബെയിലർ ബെയിലി.
Next question. A customer letter of instruction to the bank for standing instruction of paying rent creates a dash relationship. Principal, agent. Next one. The Consumer Protection Act was enacted in answer option A 1986. What is the frequency for KYC updates of high risk customers? 2 years, medium risk 8, low risk 10 വർഷം. Next one. KYC regulations have been introduced in financial transactions under Prevention of Money Laundering Act ആണ് ആൻസർ വരുന്നത്. Next one. Unified Payment Interface is a system for answer is option B real time mobile based payments. Next one. What are the three main types of NRI accounts? The answer is option D NRO, NRE and FCNR. Last question. An advance where a bank allows a customer to withdraw more than their account balance up to a limit is called answer is option A overdraft. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.